ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് മന്ത്ലി ഏപ്രിൽ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അത് അല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് അതും ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അതപ്പോൾ ഇത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്. നിങ്ങൾക്ക് വേണിച്ചാൽ എന്നെ അവിടെയും ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്യാം പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട്. ഇൻസ്റ്റഗ്രാമിൽ വേറെ തരത്തിലാണ് റീഡിങ്സ് ഇടാറ്, അത് ഇവിടെ ഷെയർ ചെയ്യാറില്ല. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസും കിട്ടും. അപ്പോൾ അവിടെ ഫോളോ ചെയ്യാം. എൻ്റെ ഹാൻഡിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്. നിങ്ങൾക്ക് മെമ്പറായി സ്പെഷ്യൽ ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും മെമ്പറായ. അപ്പോൾ മെമ്പർഷിപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് എന്താണ് നിങ്ങളുടെ മന്ത്ലി ഏപ്രിൽ മെസ്സേജസിന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ സാജിറ്റേറിയസ്, നിങ്ങളുടെ ഏപ്രിൽ മാസത്തിൻ്റെ മെസ്സേജസ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഈ മാസം, ഓവറോൾ എനർജി നിങ്ങളുടെ ജഡ്ജ്മെൻ്റ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ എനർജി ക്വീൻ ഓഫ് കപ്സ്. നിങ്ങളുടെ ഏപ്രിൽ മാസത്തിൻ്റെ എനർജി പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങൾക്ക് വരാൻ പോണ എനർജി ഫൂൾ. നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം 10 ഓഫ് wands. നിങ്ങളുടെ അഡ്വൈസ് ഈ മാസം ലവേഴ്സ്. നിങ്ങൾക്ക് സർപ്രൈസ് ഫാക്ടർ ഈ മാസം 2 of swords. നിങ്ങളുടെ ഔട്ട്കം ഈ മാസം ഈ കാർഡ്. അപ്പോൾ സാജിറ്റേറിയസ്, ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ജഡ്ജ്മെൻറ്റിന് വെച്ച് എന്തോ ഒരു എൻഡിങ് കഴിഞ്ഞിട്ട് ഒരു പുതിയ ബിഗിനിങ് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഈ മാസം. അതുകൊണ്ട് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് മാസമാണ്. എന്നുവെച്ചാൽ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നുണ്ട്, ഒരു മാറ്റം വരുന്നുണ്ട്. ഇത് ചില കേസസിൽ റീകൺസിലിയേഷൻ്റെ എനർജിയും ആവാം, പക്ഷെ നമ്മൾക്കത് ചെക്ക് ചെയ്യാം എന്താണെന്ന്. അപ്പോൾ ജഡ്ജ്മെൻറ്റ് ഇവിടെ എന്താണ്? നൈറ്റ് ഓഫ് സോർഡ്സ്, പേജ് ഓഫ് കപ്സ്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഒരു ലവ് ഓഫറാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത്. ഇത് അടുത്ത പറഞ്ഞാൽ ഈ മാസത്തിൽ തന്നെ ഉണ്ടാവും. എന്നുവെച്ചാൽ ഈ എനർജി കുറേ ആക്റ്റീവ് എനർജിയാണ്. അത്ര സമയം എടുക്കില്ല ഇത് നിങ്ങളുടെ ലൈഫിൽ വരാൻ. അപ്പോൾ ഒരാഴ്ചയുടെ ഉള്ളിലായിരിക്കാം ഈ ഇങ്ങനത്തെ ഒരു ഓഫർ ഞാൻ വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇപ്പോൾ ഇതൊരു പുതിയ പേഴ്സണാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ അടുക്ക് ചിലവർക്ക് ഇത് പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരണ എനർജിയും ആവാം. ഇതൊരു ആരോ മാപ്പ് ചോദിക്കണ എനർജിയുമാണ്. അപ്പോൾ എന്തോ ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൽ. ഇത് ഫ്രണ്ട്ഷിപ്പും ആവാം. നിങ്ങളുടെയും ഏതോ ഒരു പേഴ്സൻ്റെ ഇടയ്ക്ക് വഴക്കുണ്ടായിട്ടുണ്ട് വെച്ചാൽ അങ്ങനത്തെ ഒരു മാപ്പ് ചോദിക്കണ എനർജി അതും ആവാം. നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത് ക്വീൻ ഓഫ് കപ്സ് ആണ്. അപ്പോൾ ക്വീൻ ഓഫ് കപ്സ് ഒരു വാട്ടർ സൈൻ്റെ എനർജിയാണ്. പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. ആ സെയിം എനർജി ഇവിടെ ഉണ്ട് പേജ് ഓഫ് കപ്സിൽ. അപ്പോൾ ഇതൊരു വാട്ടർ സൈൻ ആണ് വെച്ചാൽ നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ പാസ്റ്റിൽ ഒരു വാട്ടർ സൈൻ ആയിരിക്കാം. ഈ പേഴ്സൺ ആരാണെന്ന് നമ്മൾക്ക് നോക്കാം. 3 of Pentacles. അപ്പോൾ ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞ മാതിരി ഒരു ഫ്രണ്ട്ഷിപ്പ് ആവാം, ഒരു ലവ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആവണം തന്നെയല്ല, ഫാമിലി മെമ്പറും ആവാം. ഈ പേഴ്സൻ്റെ കൂടെ എല്ലാം ശരിയായി പോവുണ്ടായിരുന്നു മുമ്പോട്ട്. പക്ഷേ അത് സഡൻലി എന്തോ ഉണ്ടായി ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും കുറച്ചൊരു ബ്രേക്ക് എടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും. എന്നുവെച്ചാൽ ഇത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ ഇത് റെസൊനേറ്റ് ചെയ്യും. പക്ഷേ എന്തോ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഈ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് വന്നു. ഇതിൻ്റെ എന്താണ് കാരണം?
ഫോർ സോൾസ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് പറയാൻ കുറച്ചൊരു ഡിഫിക്കൾട്ടാണ്. എന്ന് വെച്ചാൽ ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാവർക്കും വേറെ വേറെ റീസൺസ് ആയിരിക്കാം. പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ കറണ്ട് എനർജിയിൽ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ ഒരു പുതിയ ബിഗിനിങ്, ഞാൻ പറഞ്ഞ മാതിരി ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. ഇപ്പോൾ ഈ പേഴ്സൺ തന്നെ ചിലപ്പോൾ തിരിച്ചു വരുന്നുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. ഈ പുതിയ ബിഗിനിങ് കുറേ സ്റ്റേബിളാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് ഒരു ലവ് റിലേഷൻഷിപ്പ് അല്ല ഒരു ജോലിയുടെ ഓഫർ ആയിരിക്കാം. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ടോറസ് എനർജീൻ്റെ ഇവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി കുറേ സ്റ്റേബിൾ എനർജിയാണ്, വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ വിഷ് ചെയ്യണ കാര്യം എന്തോ ഫുൾഫിൽ ആവുന്നുണ്ട് ഈ മാസം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ വിഷ് ചെയ്യണത് കരിയർ ആണെന്ന് വെച്ചാൽ അതിലെന്തോ ഒരു പോസിറ്റീവ് സംഭവമുണ്ട്. നിങ്ങൾ വിഷ് ചെയ്യണത് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിരുന്നു വെച്ചാൽ അതും ഉണ്ടാവുന്നുണ്ട്. പറഞ്ഞാൽ നിങ്ങൾ എന്താ വിഷ് ചെയ്യണ്ടായിരുന്നു വെച്ചാൽ അത് വരുന്നുണ്ട്. ഓക്കെ, ഈ മാസം അതിൻ്റെ ആദ്യത്തെ സൈൻ നിങ്ങൾക്ക് ഈ മാസം നിങ്ങൾ കാണും. പറഞ്ഞാൽ എന്തോ ഒരു ഹിൻറ്റ് നിങ്ങൾക്ക് കിട്ടും. ഈ പേഴ്സൺ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മെസ്സേജ് അയക്കും, അതല്ല എന്തെങ്കിലും ഒരു അങ്ങനെ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ഹിൻറ്റ് തരും, അത് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ടെന്ന്. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഫൂൾ എനർജി, അക്വേറിയസ് എനർജി, ഏരീസ് എനർജിയാണ് ഇത്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ മുമ്പോട്ട് പോകണു, ഒരു ഫ്രീ സ്പിരിറ്റ് എനർജിയാണ് ഇത്. ഫൂൾ ട്രാവൽഡ് എനർജിയാണ്, ഒരു പേടിയില്ലാണ്ട് ഓപ്പർച്യൂണിറ്റീസ് എടുക്കുന്ന എനർജിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ മുമ്പോട്ട് പോകണു, ഒരു പേടിയില്ലാണ്ട് ആ ഓപ്പർച്യൂണിറ്റീസിനെയൊക്കെ ആക്സെപ്റ്റ് ചെയ്യണു. ഇവിടെ ഞാൻ കുറേ സക്സസ് കാണുന്നുണ്ട് നിങ്ങളുടെ കരിയറിൽ, ബിസിനസ്സിൽ. ഇവിടെ ട്രാവൽഡ് എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കരിയർ ബിസിനസ്സിന് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യേണ്ട വെച്ചാൽ അവിടെ കുറേ സക്സസ് ഉണ്ടാവും. അത് മാത്രമല്ല ഇവിടെ 7 ഓഫ് സോഡ്സും ഉണ്ട്. അപ്പോൾ ഈ 7 ഓഫ് സോഡ്സ് ഒരു നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ ഈ 7 ഓഫ് സോഡ്സ് എന്താണ് ഇവിടെ കാണുന്നത്? നിങ്ങൾക്ക് സൂക്ഷിക്കേണ്ട എന്താ വെച്ചാൽ കുറേ നെഗറ്റീവ് എനർജീസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ നെഗറ്റീവ് എനർജി ഒരു അക്വേറിയസ്, ലീബ്ര, ജെമിനൈയുടെ അടുത്തുനിന്നാണ്. ഈ പേഴ്സൺ നിങ്ങളുടെ കലീഗ് ആവാം, അതല്ല വെച്ചാൽ ഫ്രണ്ട് ആവാം, അതല്ല വെച്ചാൽ നിങ്ങൾക്ക് അറിയണ ആരോ ആണ്. ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് കുറേ നെഗറ്റിവിറ്റി ഞാനിവിടെ കാണുന്നുണ്ട്. അതെന്താ വെച്ചാൽ അവർ കുറേ ഒരു ജെലസ് എനർജീസാണ്. അപ്പോൾ ഇത് ഒരു പേഴ്സൺ ആവാം, കുറേ ആൾക്കാരാവാം, പറഞ്ഞ കലീഗ്സ് ആണ് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കാം. എന്നുവെച്ചാൽ ഇത് കുറേ ഒരു പ്രാക്ടിക്കൽ എനർജിയാണ്, ഒരു സിമ്പത്തി ഇല്ലാത്ത പേഴ്സൻ്റെ എനർജിയാണ്. അവർ അവരുടെ ഇമോഷൻസ് ഒട്ടും കാണിക്കാത്ത ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ഇങ്ങനത്തെ ഈ പേഴ്സൺ നിങ്ങളുടെ കരിയർ അതല്ല വെച്ചാൽ നിങ്ങളുടെ ലവ് ലൈഫിനെ സാബോട്ടാജ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്തോ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ സൂക്ഷിക്കണം. നിങ്ങൾ ആരെയാണ് ട്രസ്റ്റ് ചെയ്യണമെന്ന് അതാണ് നിങ്ങൾക്ക് സൂക്ഷിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇവിടെ ഈ പേഴ്സൺ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ പേഴ്സണാണ് ഇത് ഇങ്ങനെ ചെയ്യണമെന്ന്. പക്ഷേ എല്ലാവരോടും എല്ലാം കാര്യം തുറന്ന് പറയേണ്ട ആവശ്യമില്ല. എല്ലാം എന്തെങ്കിലും ഗുഡ് ന്യൂസ് ഉണ്ട് വെച്ചാൽ എസ്പെഷ്യലി അത് കുറച്ച് സമയം വരെ ഷെയർ ചെയ്യാണ്ട് വെക്കുക. ഓക്കെ, എന്നുവെച്ചാൽ ഇത് ഡെഫിനറ്റ്ലി ചിലവർ നിങ്ങളുടെ ലൈഫിനെ സാബോട്ടാജ് ചെയ്യാൻ നോക്കണു, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ സക്സസ്. അവർ കുറേ ജെലസ് ആയിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ സൂക്ഷിക്കണം. 10 ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം. അപ്പോൾ എന്തോ ഒരു ബാഗേജ്, ഒരു ബേർഡൻ, കുറേ റെസ്പോൺസിബിലിറ്റീസിൻ്റെ എൻഡ് ആവാൻ പോകുന്നുണ്ട്. പക്ഷേ കുറേ ആ ഒരു എനർജി, ഒരു ഹെവിനെസ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. നിങ്ങളുടെ ലൈഫിൽ കുറേ ബാഗേജ് ഉണ്ട്, ബേർഡൻസ് ഉണ്ട്. മുമ്പത്തെ പാസ്റ്റിൻ്റെ ബേർഡൻസ് ആയിരിക്കാം. കമ്മ്യൂണിക്കേഷനിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഫ്രണ്ട്സിൻ്റെ കൂടിയും ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ ട്രാവൽഡ് സമയത്തും സൂക്ഷിക്കണം. ഓക്കെ, പക്ഷേ ഗുഡ് ന്യൂസ് എന്താ വെച്ചാൽ ഇതൊക്കെ വേഗം തീരാൻ പോകുന്നുണ്ട്. ഇത് അത്ര ഒരു പേടിക്കാനുള്ളത് ചാലഞ്ചസ് അല്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കഴിക്കുക, ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാം ചെക്ക് ചെയ്യുക, ടിക്കറ്റ്സ് സമയത്ത് എത്തുക, ഒരു സ്ഥലത്ത് വേഗം ഇറങ്ങുക വീട്ടിൽ നിന്ന്, അങ്ങനത്തെ ചെറിയ കാര്യം, ചെറിയ ഇഷ്യൂസാണ്. പക്ഷേ അത് സൂക്ഷിക്കണം. ഓക്കെ, ലവേഴ്സാണ് നിങ്ങളുടെ അഡ്വൈസ്. ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ് ഇവിടെ, ജെമിനി എനർജി. ലവേഴ്സ് എന്താ അഡ്വൈസ് ആയിട്ട് കാണുന്നത്? അപ്പോൾ ഇവിടെ ഞാനൊരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്
ആണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത്. ഇതൊരു പുതിയ ബിഗിനിങ് ആയിരിക്കാം. ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങളുടെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു പേടിയുണ്ട്, ഇത് ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യില്ല. നിങ്ങൾക്ക് അറിയാം ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണെന്ന്. പക്ഷേ ഈ പേടി കാരണം നിങ്ങൾ മുമ്പോട്ട് പോണില്ല. അതാണ് ഇവിടെ ഇഷ്യൂ. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഒരു റീഅഷ്യൂറൻസ് ആണ് തരണത്. അത് നിങ്ങളുടെ ലൈഫിലെല്ലാം ശരിയായി പറഞ്ഞാൽ നല്ല ഒരു ഔട്ട്കം ആയിട്ട് ഞാനിവിടെ കാണുന്നുണ്ട്. ഒരു ലവ് റിലേഷൻഷിപ്പ്, ഒരു സോൾമേറ്റ് കണക്ഷൻ, ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്, അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഓപ്പർച്യൂണിറ്റീസ് വരണത് നിങ്ങളുടെ ലൈഫിന് തകർക്കാൻ വേണ്ടിയിട്ടല്ല പറയണത്. ചില പാസ്റ്റിൻ്റെ ഇഷ്യൂസ് ഇപ്പോഴും നിങ്ങൾ ക്യാരി ചെയ്യണം. ഓക്കെ, ആ പേടി ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട്. പാസ്റ്റിൽ ചില റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവില്ല, ബിസിനസ് കൊലാബറേഷൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അത് പാസ്റ്റിൻ്റെ കാര്യമാണ്. ഇപ്പോൾ വരാൻ പോണ എനർജി അങ്ങനെയല്ല. ഇതൊരു പുതിയ എനർജിയാണ്, ബ്യൂട്ടിഫുൾ എനർജിയാണ്, ഔട്ട്കമും നല്ലതാണ്. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. 2 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഒരു ഡിസിഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. ഈ ഡിസിഷൻ വെരി ഇമ്പോർട്ടൻറ്റ് ഡിസിഷനാണ്. ഇത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ വേണ്ടത് വെച്ചാൽ ഈ ഡിസിഷൻ്റെ മുകളിലാണ് ആ ഫ്യൂച്ചർ നിങ്ങളുടെ ഉണ്ടാവുക. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ഡിസിഷൻ എടുക്കുക. നിങ്ങൾ ഡിസിഷൻ എടുക്കണതും ഞാൻ കാണുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സും നിങ്ങളോട് ഇവിടെ പറയണത് എന്താ വെച്ചാൽ ഡിസിഷൻ എടുക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ഡിസിഷൻ എടുക്കുക. ഒന്നും അറിയാണ്ട് മനസ്സിലാവാണ്ട് ഡിസിഷൻ എടുക്കരുത്. നല്ല പോലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഡിസിഷൻ എടുക്കുക. നിങ്ങൾക്ക് സമയം എടുക്കണം വെച്ചാൽ സമയം എടുത്തിട്ട് മെല്ലെ ഡിസിഷൻ എടുത്താൽ മതി. ഇങ്ങനെ ഒരു റഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ പോകണത് സ്റ്റെബിലിറ്റിയുടെ ഡിറക്ഷനിലേക്കാണ്. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ഡിസിഷൻസ് എടുക്കാൻ നിങ്ങളുടെ ലൈഫിൽ. ഔട്ട്കം നിങ്ങളുടെ ഡെത്ത്. അപ്പോൾ ഡെത്ത് എനർജി ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാസം കുറേ ഒരു ഇമ്പോർട്ടൻറ്റ് മന്താണ് സാജിറ്റേറിയസ്. അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോണത്. ഇവിടെ ഓവറോൾ എനർജിയും ഒരു വലിയ ചേഞ്ചാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ഔട്ട്കമിലും ഒരു വലിയ ചേഞ്ചാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഡെത്ത് എനർജി സ്കോർപ്പിയോ എനർജിയാണ്. വലിയ മാറ്റങ്ങൾ വരും നിങ്ങളുടെ ലൈഫിൽ ഈ മാസം. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് കുറച്ച് സെൽഫ് കോൺഫിഡൻസിൻ്റെ ആവശ്യമുണ്ട്, ആക്ഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ വെച്ചാൽ നിങ്ങൾ ആക്ഷൻ എടുക്കണില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. അതിൻ്റെ കാരണം നിങ്ങൾ എല്ലാം അങ്ങനെ തന്നെ ആവും എന്ന് അങ്ങനെ വിചാരിച്ച് ഇരിക്കണു, പക്ഷേ ആക്ഷൻ എടുക്കണില്ല. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. പക്ഷേ അത് ചെയ്യരുത്. എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ ഡ്രീംസൊക്കെ ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ ആക്ഷൻ എടുത്താലേ അത് ശരിയാവുള്ളൂ. അത്ര കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, നിങ്ങളുടെ ലൈഫിലെല്ലാം ശരിയാവും എന്ന് അങ്ങനെ വിശ്വസിക്കണം. എന്നുവെച്ചാൽ ഇവിടെ കാർഡ്സൊക്കെ അങ്ങനെയാണ് പറയണത്. എന്താണ് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ്? അപ്പോൾ ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ജെമിനായി, സ്കോർപ്പിയോ, വെർഗോ, കുറേ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ മെസ്സേജ് ഇവിടെ റിക്കവറിയാണ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ലൈഫിൽ കുറേ ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വരാൻ പോണ സമയം നിങ്ങളുടെ ലൈഫിലൊരു റിക്കവറി മാതിരിയാണ്. എല്ലാം നിങ്ങൾ ലൂസ് ചെയ്തത് നിങ്ങൾ റിക്കവർ ചെയ്യാൻ പോകണു. ഓക്കെ, അത് വലിയ ബ്യൂട്ടിഫുൾ മെസ്സേജാണ് സാജിറ്റേറിയസ്. ഇത് ക്ലെയിം ചെയ്യണം. ഈ റീഡിങ് കമൻസിൽ ഐ ക്ലെയിം എന്ന് എഴുതുക. ഇല്ലേച്ചാൽ ഇമോജി ഇട്ടാൽ മതി. അതും ക്ലെയിം ചെയ്യണ മാതിരി തന്നെയാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്തു എന്ന് ഞാൻ ഹോപ്പ് ചെയ്യണു. ലൈക്ക് ചെയ്യുക ഈ വീഡിയോനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ, സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിനെ. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബിൻ്റെ ചാനൽ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യണം വെച്ചാൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഒരു പേഴ്സണലായിട്ട് റീഡിങ് വേണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും, ഇതിനെക്കാട്ടിലും കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ
ബുക്ക് ചെയ്യുക വേഗം. ആൻഡ് എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. തിരിച്ചു വരും ഞാൻ വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.